ലോകം പുതുവർഷ പുലരിയാഘോഷത്തിന്റെ ലഹരിയിൽ കടന്നുപോയ കാലത്തിന്റെ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞും ആവശ്യമുള്ളത് കൂടെ കൂട്ടിയും ലോകം മുന്നോട്ട് നീങ്ങുകയാണ്. ഇസ്രയേൽ അധിനിവേശത്തിൽ നാമാവശേഷമായ ഗാസയുടെ കണ്ണീർ ലോകത്തിന്റെ കവിളിലുണ്ട്. BJP സർക്കാർ രാജ്യത്തെ വിഭജിച്ച് ഏകാധിപത്യ സംവിധാനത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രതിരോധമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കേരളം പ്രതീക്ഷയുടെ തുരുത്തായി നിലനിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എത്രയെന്ന് പുതിയ വർഷത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പതിവ് പോലെ ഓർത്തുവെക്കാനും ഓർക്കാതിരിക്കാനുമുള്ള സംഭവബഹുലമായ മുഹൂർത്തങ്ങളുടെ കാറ്റടിച്ച് തന്നെ ഒരു വർഷം കൂടി പിന്നിലേക്ക് മറഞ്ഞു. ആഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് ഓരോ മാസത്തിന്റെയും താളുകളിൽ ചോരക്കറ പടർത്തിയ ഇസ്രായേൽ അധിനിവേശത്തിൽ കൊഴിഞ്ഞുപോയ ഗാസയുടെ കണ്ണീർ ലോകത്തിന്റെ ആകെ കവിളിലേക്ക് ഒഴുകിപ്പടർന്നത് പുതുവർഷ പുലരിയിലെ ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്നു. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും സഞ്ചരിക്കാനും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും പോരാട്ടങ്ങൾ തുടരുകയാണ്. അധിനിവേശങ്ങളും കയ്യേറ്റങ്ങളും അയൽപ്പോരുകളും ഏത് നിമിഷവും കത്താവുന്ന എരികനലായി എവിടെയൊക്കെയോ ചാരമൂടി കിടക്കുന്നു. പരിസ്ഥിതി ഉരുകിയൊലിച്ചും കത്തിയുയർന്നും ഒഴുക്കുനിലച്ചും ചോദ്യചിഹ്നമാകുന്നു. മതേതരത്വമെന്ന മഹാമേരുവിന്റെ കടക്കൽ കത്തിവെക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം അതിന്റെ പ്രഖ്യാപിത അജണ്ടയ്ക്ക് നിലമൊരുക്കുകയും വിത്തും കളയും ഒരേ സമയം പാകുകയും ചെയ്യുന്ന രാഷ്ട്രീയം അതിന്റെ ഏറ്റവും വികൃതമായ മുഖം പ്രദർശിപ്പിക്കുന്നത് തന്നെയാണ് ഇന്ത്യയുടെ പുതുവർഷ ചിന്ത. 2024 പിറവി ആഘോഷങ്ങൾ ഒടുങ്ങും മുന്നേ പടിവാതിലിലുണ്ട് പൊതു തിരഞ്ഞെടുപ്പ്. അധികാരത്തിന്റെ ചെങ്കോലുമായി ഏകാധിപത്യത്തിന്റെ ചന്ദ്രഹാസം മുഴക്കുന്ന NDA സർക്കാരിനെ അധികാരത്തിൽ നിന്ന് അകറ്റുക എന്നത് കാലത്തിന്റെ കൂടി ആവശ്യമാകുന്നു. അപ്പോഴും കോൺഗ്രസ് സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു വ്യക്തതയുമില്ലാതെ ഈ പുലരിയിലും ഇരുട്ടിൽ തന്നെയാണ്. മണിപ്പൂരിന്റെ വിലാപങ്ങളും പൊരുതി നേടിയ മെഡലുകൾ പാതയോരത്തുപേക്ഷിച്ച പ്രതിഷേധങ്ങളും ഭരണകൂട ധാർഷ്ട്യത്തെ മുട്ടുകുത്തിച്ച കാർഷിക പ്രക്ഷോഭങ്ങളും വാമൂടപ്പെട്ട മാധ്യമങ്ങളും രാഷ്ട്രീയ നാടകങ്ങളുമെല്ലാം ചേർന്നാൽ കഴിഞ്ഞുപോകുന്ന ഇന്ത്യയാകും. വർഗീയതയെ പടിക്ക് പുറത്തു നിർത്തിയ കേന്ദ്രം കഴുത്തുഞെരിക്കുമ്പോഴും ജനത്തെ കൈവിടാതെ ചേർത്ത് നിർത്തിയ ഇടത് ബദൽ പ്രതീക്ഷയുടെ തുരുത്തായി കേരളത്തെ നിലനിർത്തുന്നത് പുതുവത്സരത്തിലെ പ്രതീക്ഷ തന്നെ. വിദ്യാഭ്യാസ മേഖലയിലെ ഗവർണറുടെ അപക്വമായ ഇടപെടലുകളും SFIയുടെ ക്രിയാത്മക പ്രതിഷേധങ്ങളും ഈ നാട് സംഘപരിവാർ അജണ്ടയിലേക്കില്ലെന്ന പ്രതീക്ഷ തന്നെ ഉറപ്പിക്കുന്നു. ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ജനകീയ മുഖം ലോകത്തോട് വിളിച്ചു പറഞ്ഞ നവകേരള സദസ്സും കേരളീയവുമെല്ലാം ഇതാ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന ഇടത് സർക്കാരിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമായി. ഇടത് സർക്കാർ വിരുദ്ധ നിലപാടുകൾ ഒരൊളിവും മറയുമില്ലാതെ പാടി നടക്കുന്ന മാധ്യമങ്ങൾ പൊതുജനമധ്യത്തിൽ അപഹാസ്യരായ എണ്ണിയാൽ തീരാത്ത സംഭവങ്ങളെയും അടയാളപ്പെടുത്തുന്നു 2023. ജയിച്ചവന്റെയും തോറ്റവന്റെയും കണ്ണീർ കണ്ട മൈതാനങ്ങൾ, ചന്ദ്രയാനും ആദിത്യയുമടക്കം ബഹിരാകാശം തൊട്ട ചരിത്ര നിമിഷങ്ങൾ, അപ്രതീക്ഷിതവും അപരിഹാര്യവുമായ വിടപറയലുകൾ എല്ലാം ചേർന്ന് കഴിഞ്ഞുപോയ കാലത്തെയും അടയാളപ്പെടുത്തി വെക്കുന്നു. ഓർമ്മകളിൽ ചില്ലിട്ടു വെക്കേണ്ടവയെ അങ്ങനെ നെഞ്ചോട് ചേർക്കാം. നഷ്ടങ്ങളെയും ദുരനുഭവങ്ങളെയും ഇവിടെ ഉപേക്ഷിക്കാം. പുതിയ ഊർജവും പുത്തൻ പ്രതീക്ഷകളുമായി നമുക്ക് മുന്നോട്ടു പോകാം. നമ്മുടേതാകട്ടെ വരും നാളുകൾ. പുതുവത്സരാശംസകളോടെ ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.